ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 മെയ് മാസത്തിലെ സ്കന്ദഷഷ്ഠി വ്രതം മെയ് 20 ബുധനാഴ്ചയാണ് വരുന്നത്. ഈ ദിവസം സുബ്രഹ്മണ്യ സ്വാമിക്ക് വളരെയധികം വിശേഷപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇതിനെ സ്കന്ദഷഷ്ഠി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഷഷ്ഠിവ്രതം എല്ലാ മാസവും ഉണ്ട്, എങ്കിലും സ്കന്ദഷഷ്ഠി അനുഷ്ഠിക്കുന്നതാണ് വളരെ നല്ലത്. വ്രതാനുഷ്ഠാന രീതി: അതിരാവിലെ കുളിച്ച് മഞ്ഞ വസ്ത്രം ധരിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക. സുബ്രഹ്മണ്യ ഭഗവാന് ഇഷ്ടനിവേദ്യങ്ങളായ പാലഭിഷേകം, ഭസ്മാഭിഷേകം എന്നിവ നടത്തുന്നത് വളരെ ഉത്തമമാണ്. ഒരു നേരത്തെ വ്രതം, അതായത് ഉപവാസമോ ലഘുഭക്ഷണമോ അനുഷ്ഠിക്കുന്നത് ഉത്തമമായി കരുതുന്നു. ഏറ്റവും കൃത്യമായ സമയത്തിനും പൂജാവിധികൾക്കും നിങ്ങളുടെ അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പഞ്ചാംഗം പരിശോധിച്ചാൽ മതിയാകും. ഹിന്ദു ശാസ്ത്രങ്ങൾ പ്രകാരം അസുര രാജാക്കന്മാരെയും അവരുടെ സൈന്യത്തെയും നശിപ്പിക്കാൻ ഭഗവാൻ ശിവനാണ് കാർത്തികേയനെ സൃഷ്ടിച്ചത്, അതായത് മുരുകനെ. താരകാസുരൻ, സിംഹമുഖൻ, സൂര്യപത്മൻ എന്നിവർ ചേർന്ന് ദേവലോകത്തിൽ വലിയ അനർത്ഥങ്ങൾ ഉണ്ടാക്കി. അവർ ദേവന്മാരെ തോൽപ്പിക്കുകയും ദേവന്മാർ സ്വർഗം വിട്ടു പോകേണ്ടിയും വന്നു. അസുരന്മാരെ നിയന്ത്രിക്കുന്നത് ബുദ്ധിമുട്ടായി വന്നപ്പോൾ അവർ ശിവനെ സമീപിച്ച് സഹായം അഭ്യർത്ഥിച്ചു. അപ്പോൾ ശിവൻ സമാധിയിൽ നിന്ന് പുറത്തു വന്ന് തൻ്റെ മൂന്നാം കണ്ണിലൂടെയാണ് മുരുകനെ സൃഷ്ടിച്ചത്. ജനിച്ചപ്പോൾ പാർവതി ദേവിയും മറ്റു ദേവന്മാരും സ്കന്ദനെ വിവിധ ശക്തികളും ആയുധങ്ങളും നൽകി അനുഗ്രഹിച്ചു. 6 ദിവസങ്ങളോളം നടന്ന യുദ്ധത്തിൽ മുരുകൻ എല്ലാ അസുര രാജാക്കന്മാരെയും തോൽപ്പിച്ചു, ദേവന്മാരെ മോചിപ്പിച്ചു. ഈ വിജയം ആഘോഷിക്കാൻ ഭക്തർ ഇന്നും സ്കന്ദനെ ആരാധിക്കുന്നു. ഇതാണിതിലെ കഥ എന്ന് പറയുന്നത്. സ്കന്ദഷഷ്ഠി വ്രതം നോക്കുന്നത് വളരെയധികം ഗുണകരമാണ്. ഭക്തർക്ക് മുരുകൻ്റെ അനുഗ്രഹം ലഭിക്കുകയും വളർച്ചയും സമൃദ്ധിയും ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. എല്ലാ പ്രതിബന്ധങ്ങളെയും എതിരെയും പോരാടാൻ ശക്തി ലഭിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധ വസ്ത്രം ധരിക്കുക. സൂര്യോദയം മുതൽ സൂര്യാസ്തമനം വരെ ഉപവാസം നോക്കുക. മുരുകൻ ക്ഷേത്രത്തിൽ പോയി പൂജയും മറ്റ് കർമ്മങ്ങളും നടത്തുക. സുബ്രഹ്മണ്യ പ്രീതിക്ക് ആവശ്യമായ മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സുബ്രഹ്മണ്യ സ്വാമിയുടെ മൂലമന്ത്രമായ ഓം വജത് ഭുവേ നമഃ, ഓം ശരവണ ഭവ എന്നിവ സ്കന്ദഷഷ്ഠി ദിനത്തിൽ 108 തവണ ജപിക്കുന്നത് അത്യുത്തമമാണ്. സൂര്യോദയത്തിന് മുന്നേ കുളി കഴിഞ്ഞ് വിളക്ക് തെളിയിച്ച് ഗണപതിയെയും പ്രത്യക്ഷ ദൈവമായ സൂര്യഭഗവാനെയും വന്ദിച്ച ശേഷം സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കാവുന്നതാണ്. സുബ്രഹ്മണ്യ ഗായത്രി ഭക്തിയോടെ ജപിച്ചാൽ ചൊവ്വയുടെ ദോഷഫലങ്ങൾ നീങ്ങുകയും സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുമെന്നാണ് വിശ്വാസം. സുബ്രഹ്മണ്യ ഗായത്രി എങ്ങനെയാണെന്ന് നോക്കാം. സനൽ കുമാരായ വിദ്മഹേ ഷഡാനനായ ധീമഹി തന്നോ സ്കന്ദ പ്രചോദയാത്. സ്കന്ദഷഷ്ഠി ദിനത്തിൽ ഭഗവാനെ മനസ്സിൽ വന്ദിച്ചുകൊണ്ട് ധ്യാന ശ്ലോകം ജപിക്കുന്നത് ഉത്തമമാണ്. ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജപിക്കുമ്പോൾ ഭഗവത് രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ധ്യാന ശ്ലോകം ജപിക്കാൻ. ധ്യാന ശ്ലോകം ഇപ്രകാരമാണ്: സ്ഫുരൻ മകുടപത്ര കുണ്ടല വിഭൂഷിതം ചമ്പകസ്രജാതകലിത കന്ധരം കരയുഗീന ശക്തിം പവീം ദധാനമഥവാ കടീകലിതവാമഹസ്തതേഷ്ടദം ഗുഹം കുസൃണഭാസുരം സമരതു പീതവാസോവസം. അർത്ഥം എന്താണ്? തിളങ്ങുന്ന കിരീടം, പത്രകുണ്ടലം എന്നിവയാൽ വിഭൂഷിതനും ചെമ്പകമാലയാൽ അലങ്കരിക്കപ്പെട്ട കഴുത്തോടു കൂടിയവനും ഇരുകൈകളിൽ വേലും വജ്രവും ധരിക്കുന്നവനും കുങ്കുമവർണ്ണ ശോഭയുള്ളവനും മഞ്ഞപ്പട്ടുടുത്തവനുമായ സുബ്രഹ്മണ്യ സ്വാമിയെ നമിക്കുന്നു. ഇനി കുടുംബ ഐശ്വര്യത്തിനും ഐക്യത്തിനും വേണ്ടി ജപിക്കേണ്ട മന്ത്രം എന്താണെന്ന് നോക്കാം. ഓം വല്ലീ ദേവയാനീ സമതേ ദേവസേനാപതിം കുമര ഗുരുവരായ സ്വാഹ. ഓം വല്ലീ ദേവയാനീ സമതേ ദേവസേനാപതിം കുമര ഗുരുവരായ സ്വാഹ. ഇനി രോഗദുരിതശാന്തിക്കായി ജപിക്കേണ്ട മുരുക മന്ത്രം ഏതാണെന്ന് നോക്കാം. ഓം അഗ്നികുമാര സംഭവായ അമൃതമയൂരവാഹനാരൂഢായ ശരവണ സംഭവ വല്ലീശ സുബ്രഹ്മണ്യായ നമഃ. ഇനി സുബ്രഹ്മണ്യ സ്തുതി എന്താണെന്ന് നോക്കാം. ഷഡാനനം ചന്ദനലേപിതാംഗം മഹാത്ഭുതം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരലോകനാഥം ബ്രഹ്മണ്യദേവം ശരണം പ്രപദ്ധ്യേ ആചാര്യവീര്യം സുകുമാരരൂപം തേജസ്വിനം ദേവഗണാഭിവന്ദ്യം
ഏണാംഗഗൗരീതനയം കുമാരം സ്കന്ദം വിശാഖം സതതം നമാമി. സ്കന്ദായ കാർത്തികേയായ പാർവതീനന്ദനായ ച മഹാദേവ കുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രീതിക്കായി ഈ മന്ത്രങ്ങളെല്ലാവരും ജപിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.